ഞാൻ പറയപ്പെടും. വേണ്ട, ഒന്നും ചെയ്യണ്ട, അവനൊന്നും അറിയില്ല. എന്നാണെന്നോ കയറി വന്ന ഈ വരുത്തന്റെ റോൾ ഇതിലെന്താണെന്ന് എനിക്കറിയണം. അത് ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. എനിക്ക് മാധവ, എനിക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ തല്ലുകൊള്ളുന്നത്? പറയേ, എന്തിനാ? വിധിക്കപ്പെട്ട കർമ്മങ്ങൾ യഥാവിധി നടന്നേ മതിയാവും. നമ്മളെ മർദ്ദിക്കാൻ ഇയാൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വീകരിക്കാൻ നമ്മളും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ നീ ആരാ? എന്തിനു വന്നോ? എവിടുന്ന് വന്നോ? പറയേ. ഞാൻ ആരാണെന്നറിയുന്നതിൽ കാര്യമില്ല. ഇത് ധർമ്മസമരമാണ്. മഹാഭാരത യുദ്ധത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തത്. ഇവിടെ ഒരു ശിഖണ്ഡി തന്നെ നിനക്ക് ശത്രുവായി വരുന്നു. അവിടെ നിന്റെ ചില മിത്രങ്ങൾ പോലും വഞ്ചിക്കപ്പെട്ടേക്കാം. ഇതങ്ങ് നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ഏടാകുടത്തിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇത് മൊളിപ്പിച്ചു വെച്ചല്ലേ അവൻ ഈ കാണിച്ച നാടകം മുഴുവൻ കളിച്ചത്. പാർത്തേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇത് കിട്ടിയത് മാധവേട്ടന്റെ മുറിന്നാ. ഓ, അപ്പൊ യഥാർത്ഥ പ്രതി മാധവനല്ലേ? ആ, പിന്നെ ഇതിങ്ങോട്ട് കൊണ്ടുവരുന്നത് ആരും അറിഞ്ഞിട്ടും കണ്ടിട്ടില്ലല്ലോ. ഇല്ല. എന്നാൽ ഇനി ആരും അറിയാനും പാടില്ല. ഈ വിഗ്രഹം ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നാ പൂങ്കുടി പൊയ്ക്കോ. ഞാൻ തന്ന വാക്ക് മാറില്ല. പാർത്തന്റെ കാര്യം ഞാൻ ഏറ്റു. വീരഭദ്ര, താനെന്ന് ചോദിച്ചില്ലേ? തനിക്കറിയാത്ത ലക്ഷ്യം എനിക്കെന്താണെന്ന്. ഇത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. മാർഗം പിഴച്ചില്ലെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിന് സാക്ഷാത്കാരമുണ്ടാകൂ. ഈ ലക്ഷ്യത്തിന് നിമിത്തമായത് താനാ. പറയ്, തനിക്ക് എന്തു വേണം പ്രതിഫലമായിട്ട്? ചോദിക്കേ. ബോലോനാ ക്യാ ചാഹിയേ തുമേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, തനിക്കെന്നല്ല, ഇവിടെ ആർക്കെന്നെ മനസ്സിലാവില്ല. ധർമ്മത്തെ അധർമ്മം കൊണ്ട് കീഴ്പ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലെ കന്യ ഞാൻ. പിറന്ന നാട് ചതിച്ചപ്പോ അഭയം നൽകിയ നാടിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ചാവേർ. ഇവിടുത്തെ ഓരോ മണൽ തരി എനിക്ക് ശത്രുവാ. സ്വന്തം മണ്ണിനെ ശത്രുവായി കാണേണ്ടതിന്റെ വേദന തനിക്കറിയില്ല. ഭാരതത്തിൽ 10,000 അത് അനുഭവിക്കുന്നത്. വീരഭദ്രനല്ല, മുസാഫിർ. മുസാഫിർ. ഹിന്ദുവായ നങ്ങ്യാരിക്കുട്ടിയുടെയും മുസ്ലിമായ കുഞ്ഞാലിയുടെയും മകനായി പിറന്നു വീണ ഈ മുസാഫിർ ഒരു മതലഹളയിൽ എല്ലാം നഷ്ടമായി. എല്ലാം നഷ്ടമായി. പിന്നെത്തിയത് കാമാട്ടിപുരത്തെ ഹിജട തെരുവുകള. വിയർപ്പ് നാറിയ മണവും ഹിജടകളുടെ ശീൽക്കാരങ്ങളും. ഉറക്കമില്ലാത്ത രാവുകളിൽ നിന്നും എന്നെ രക്ഷിക്കാൻ അവരെത്തി. ഞാൻ ആരാണെന്ന് അവരെന്നെ ഓർമ്മിപ്പിച്ചു. കഷ്ടപ്പെടുന്ന ന്യൂനപക്ഷത്തിൽ ഒരുവൻ അണഞ്ഞുപോയി എന്നിലെ പക അവർ ഊതി ഉണർത്തി. ഉമ്മയും ബാപ്പയും നാടും വീടും നഷ്ടപ്പെട്ട ഞങ്ങൾ ഒന്നായി. ജനിച്ച രാജ്യത്തിന്റെ ശത്രുവായി. കണ്ടെയ്നറിൽ വേസ്റ്റുകൾക്കുള്ളിൽ കുത്തി നിറച്ച പച്ച നോട്ടുകെട്ടുകൾ കൊണ്ട് നാട് തകർക്കാമെന്ന് വ്യാമോഹിച്ച ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഒരു പൈതൃകമുണ്ടെന്ന്, ഇവിടെ ഒരു സംസ്കാരമുണ്ടെന്ന്, ഇവിടെ ചില വിശ്വാസങ്ങളുണ്ടെന്ന്. ഇവിടുത്തെ ആരാധനാലയങ്ങളും ബിംബങ്ങളും വിശ്വാസങ്ങളും ഈ നാടിനൊരു കാന്ത സൂചി പോലെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഇവിടം തകർക്കാനാവില്ല. തകർക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾ നശിക്കപ്പെടുകയുള്ളൂ. ഇവിടെയാണ് മുസാഫിർ എന്ന ഈ വീരഭദ്രന്റെ മുഖ്യ റോൾ. ഈ വിശ്വാസങ്ങളെയും വിഗ്രഹങ്ങളെയും പാരമ്പര്യത്തെയും തച്ച് തകർക്കാനാണ് ഞാൻ വന്നത്. അതിന് തന്നെ ഒരു കരുവായി കണ്ടെന്ന് മാത്രം. വീരഭദ്ര, അതേടോ, ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിന്റെ
മർമ്മമാണ് ഈ കൃഷ്ണപുരം. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സംസ്കാരത്തിന്റെ ഉറവിടം. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കലിയുഗ കൃഷ്ണ വിഗ്രഹത്തിൽ നിന്ന് തന്നെ സ്വസ്ഥതയുടെ കാമ്പ് മാറ്റി അസ്വസ്ഥതയുടെ അഗ്നിസ്ഫുലിംഗം ഉയർത്താൻ ഇതാണ് പറ്റിയ സ്ഥലം. നാളെ നടക്കുന്ന പുനഃപ്രതിഷ്ഠയിൽ ശക്തി ചൈതന്യമുള്ള യഥാർത്ഥ വിഗ്രഹമായിരിക്കില്ല, ജീവാംശമില്ലാത്ത ഡെമ്മി മാത്രമായിരിക്കും പുനഃപ്രതിഷ്ഠിക്കപ്പെടേണ്ടത്. ഈ വിവരമറിഞ്ഞ ഞാനും നിങ്ങളും ഒഴിച്ച് മറ്റാരും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. അതെ, ആ മണ്ടൻ പ്രസിഡന്റും പാർത്തന്റെ സുഹൃത്ത് പെണ്ണും ഈ ഭൂമിക്കൊരു ഭാരമാണ്. എന്ന് വെച്ചാൽ തും ലോക ജैसे हाथ और पैर कटने से कुछ फायदा नहीं. गर्दन करना चाहिए. കൊന്നുകളയണം രണ്ടിനെയും. സംഹാരമാടോ ഞങ്ങളുടെ സംഹിത. എല്ലാം തൊലച്ചില്ലടി പുല്ലേ. നിന്നെ വിശ്വസിച്ചവരെല്ലാം നീ വഞ്ചിച്ചില്ലേ? നിന്നത് കൊന്നോടെ എന്നെ നിന്നെ എല്ലാവരെയും ഒരു കൊല്ലും. ഈ ഗ്രാമം കത്തിച്ച് ചാമ്പലാക്കും. എല്ലാത്തിനും കാരണക്കാരി നീയോ? നീ അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. ആ പാർച്ചനെ പ്രതിഷ്ഠാഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പാഴ്വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നതെന്ന് ആരെങ്കിലും തിരിച്ചറിയും മുമ്പ് യഥാർത്ഥ വിഗ്രഹം കൃഷ്ണപുരത്തിന്റെ അതിർത്തി കടന്നിരിക്കണം. പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്ന കൃഷ്ണപുരത്തപ്പൻ വേലുമൂശാരി വാർത്തെടുത്ത പിച്ചള വിഗ്രഹത്തിലായിരിക്കും ഇനി കുടികൊള്ളുക. അയ്യോ, ശ്രമം പാഴായല്ലോ വീരഭദ്ര. ഈ വണ്ടി ഇനി അനങ്ങില്ല. ഏയ് വീരഭദ്ര, ഈ നിന്റെ മുംബൈയിലെ ശിഖണ്ഡി തെരുവല്ല, കൃഷ്ണപുരമാ കൃഷ്ണപുരം. കൃഷ്ണപുരത്തിന്റെ സർവേശ്വരമായ ഈ വിഗ്രഹം മുംബൈയിലെ ശിഖണ്ഡി തെരുവിലെത്തും മുമ്പേ ഒരു നിയോഗം കൂടി ബാക്കിയുണ്ട് എനിക്ക്. അതെന്താന്നറിയോ തമ്പി മുതലാളിക്ക്? എന്താ? ഒരു നരബലി. അടിയണ മരുമോനെ, അടിച്ചു കൊല്ലി പെണ്ണാണ്. ജീവിതത്തിൽ ഞാൻ 5 കൂടും പാതകങ്ങൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രായച്ചിത്തമായി 5 ഉമ്മ തന്നോട്ടെ. ഉമ്മ 1, ഇത് നിന്റെ അച്ഛൻ ഭരിച്ചപ്പോ കൃഷ്ണപുരം കവലയിൽ മാലപ്പടക്കം പൊട്ടിച്ചതിന്. ഉമ്മ 2, ഇത് നിന്റെ അമ്മയെ എന്റെ സഹോദരിയെ കൂടും കുടുക്കുമേ പെരുവഴിയിൽ ഞാൻ ഇറക്കി വിട്ടേന്. ഉമ്മ 3, ഇത് നിന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി ചത്തില്ലേ. ഉമ്മ 4, ഉമ്മ 4, നിന്നെ അഴിയണിക്കാൻ വേണ്ടി പാഴ്വിഗ്രഹം കുട്ടം പറമ്പി കുഴിച്ചിട്ടത്. ഉമ്മ 5. അമ്മ അവരിങ്ങനെ ഉമ്മ വെച്ചോണ്ട് വിഗ്രഹം പോയി. അയ്യോ, ആ പാഴ് വിഗ്രഹം അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഒറിജിനലുമായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് എത്തിക്കോളാം. അമ്മ അവരങ്ങോട്ട് വിട്ടോ. 5ാമത്തെ ഉമ്മ.
വിടണേ. കൈ വിടണേ, കൈ വിടണേ. കൈ വിടണേ. അതൊരു പാഴ് വിഗ്രഹമാണ്. അമ്മാവരോട് ഞാൻ പറഞ്ഞതല്ലേ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് പാഴ് വിഗ്രഹമാണെന്ന്. പാഴ് വിഗ്രഹം ആര് പറഞ്ഞു? അങ്ങോട്ട് നോക്ക്, അത് അവിടെ ഇരിക്കുന്നു. കണ്ണൂർ നോക്ക്. അപ്പോ അത് അമ്മാവ ആ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് യഥാർത്ഥ വിഗ്രഹം. നിന്റെ ചങ്ങാതി മാധവൻ മുഹൂർത്തത്തിന് മുമ്പ് അതിവിടെ എത്തിച്ചു. മാധവൻ? എന്നിട്ട് അവനെവിടെ? ഞാനിവിടെ ഉണ്ട്. പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് നിനക്ക് എന്ത് പറ്റി? അതല്ല അമ്മാവ, അത് ഞാനൊരു ഉമ്മ കൂടി തരാനുണ്ടല്ലോ അല്ലേ? സത്യഭാമ പുര നിറഞ്ഞു നിന്നപ്പോ നീ ഈ ക്ഷേത്രമുറ്റത്ത് വെച്ച് അവൾക്കൊരു മാല ചാർത്തി. ഇപ്പൊ അവൾ ഈ പന്തല് നിറഞ്ഞു നിൽക്കുക. ചെന്നീ താലിമാല കൂടി നീ ചാർത്തടാ മരുമോനെ. എന്താടോ? എവിടം പൊള്ളി? അയ്യോ, ആസനം പൊള്ളിയോ? നോക്കട്ടെ. നീ ഇതൊക്കെ നോക്കിയിരിക്കാതെ പോയി താലി കെട്ട് മരുമോനെ. അയ്യോ, കൊടുത്തോ. ഭഗവാനെ തൊഴു, നീറ്റല് മാറും. ഗുരുവായൂരപ്പാ. എന്താ? ഇല്ല. ആരില്ലെന്ന്? അല്ല, അവനെങ്ങാൻ ഈ കട്ടിലിന്റെ അടിക്കൽ ഒളിച്ചിരിക്കുന്നുണ്ടോ നോക്കിയതാ. ആര്? മാധവനെ. കള്ളനാ. ഇപ്പൊ തന്നെ നിന്ന് നിപ്പിലല്ലേ ക്ഷേത്രമുറ്റത്ത് മുങ്ങിക്കളഞ്ഞത്. ഏതായാലും ഇന്ന് ഇതിനകത്തില്ല, സമാധാനമായി. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? മുത്തച്ഛന്റെ മൂക്ക് കണ്ണട. ഇതാണ് പറയുന്നത്, എറിയാൻ അറിയാത്തവന്റെ കയ്യിൽ കുഴി കൊടുക്കരുത്. കണ്ടോ, ഇത് അവന്റെ ശബ്ദമാ. ആരുടെ? മാധവന്റെ. കേട്ടില്ലേ? ഇല്ല. ഞാൻ കേട്ടു, ഇപ്പൊ കേട്ടു. ഇത് അവൻ തന്നെയാ. ഇട വാല ഓടിക്കാതെ കാര്യത്തിലേക്ക് കടക്ക്. മണ്ഡപമുണ്ടാക്കി വച്ചു കണ്ണൻ മണ്ണു തിന്നിട്ട് കള്ളം പറഞ്ഞു കണ്ണൻ.